തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് ശേഷമുള്ള സിപിഐഎമ്മിന്റെ നിർണായക സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. പ്രതിപക്ഷ നേതാവ് ആരാണെന്ന കാര്യത്തിൽ യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. കണ്ണൂരിലെ കനത്ത തോൽവിയിലും വിമതരുടെ ജയത്തിലും നേതൃത്വത്തിനെതിരെ ഉയർന്ന വിമർശനത്തിനും സാധ്യതയുണ്ട്. നേതൃത്വത്തിനെതിരെ ഇ.പി. ജയരാജൻ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അർജുൻ രാജ് ചേരുന്ന വിവരങ്ങളുമായി. അർജുൻ, പല കാര്യങ്ങൾ ഇടറിയ വഴികളൊക്കെ ഇടകീറി പരിശോധിക്കാൻ തന്നെയാവും മിക്കവാറും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള പ്രധാന സാധ്യത എന്നാണ് കരുതുന്നത്. അതിൽ തന്നെ നേതൃത്വത്തിനെതിരെ വളരെ അതിരൂക്ഷ വിമർശനങ്ങളാണല്ലോ ഉയരുന്നത്. അത് സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെതിരെ ആയിക്കോട്ടെ, തെരഞ്ഞെടുപ്പ് നയിച്ച പിണറായി വിജയന് എതിരെ ആയിക്കോട്ടെ. അത് മാത്രവുമല്ല, കണ്ണൂരിലെ അടക്കമുള്ള കോട്ടകൾ തകർന്നു വീണ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണല്ലോ ഇത്. അപ്പോൾ പാർട്ടിയുടെ അടിത്തറ ഇളകിയോ എന്നുള്ള സംശയങ്ങൾ ആപാലവൃദ്ധം ജനങ്ങളിലുമുണ്ട്, അത് അണികളിലുമുണ്ട്. അതുമാത്രവുമല്ല, അണികൾ തന്നെ ഒരു വലിയ തെറ്റുതിരുത്തൽ നടപടിയായി പാർട്ടിയെ ഇത് ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ കൂടി ഈ തിരഞ്ഞെടുപ്പിനെ വ്യാഖ്യാനിക്കുന്ന ഒരു ഘട്ടത്തിലാണല്ലോ നിൽക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അതിനിർണായകമായ ഒരു യോഗം തന്നെയാണല്ലോ, സെക്രട്ടേറിയറ്റ് ആണല്ലോ ഇന്ന് ചേരാനിരിക്കുന്നത്. എന്തൊക്കെയാണ് യോഗത്തിലെ അജണ്ട? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ശ്യാമലി പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള സിപിഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അതിൽ ശ്യാമലി പറഞ്ഞ പോലെ തന്നെ ഈ പാർട്ടി വോട്ടുകൾ, പാർട്ടി കോട്ടകൾ അത് തകർന്ന് തരിപ്പണമായ ഒരു പശ്ചാത്തലം നമുക്കുണ്ട്. അതിൻ്റെ സാഹചര്യം എന്താണെന്ന് സിപിഎം വിലയിരുത്തും. ആ ഘട്ടത്തിൽ നേതൃത്വത്തിനെതിരെ പോലും വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യത ഉണ്ട്. പുറത്ത് കാണുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഉൾപ്പെടെയുള്ള വിമർശനങ്ങളൊക്കെ വലിയ സജീവമായി നിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത്. സ്വാഭാവികമായും അതിനകത്തും നേതൃതലത്തിലെ വീഴ്ചകൾ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് അത് കണ്ണൂരിലും അമ്പലപ്പുഴയിലുമാണ്. ഒരു പക്ഷേ നേതൃത്വം അനുനയിപ്പിച്ചിരുന്നെങ്കിൽ ഇല്ലാതാകുമായിരുന്ന ഒരു പ്രതിസന്ധിയായിരുന്നു അത്. പക്ഷേ ആ തരത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ പാർട്ടി നേതൃത്വത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ള വിമർശനം നേതൃതലത്തിൽ തന്നെ പലർക്കും ഉണ്ട്. അത് പ്രകടിപ്പിക്കാവുന്ന ഒരു വേദിയായി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാറുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തേത് പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്നുള്ള ചോദ്യമാണ്. പിണറായി വിജയൻ സന്നദ്ധനാണെങ്കിൽ പിന്നെ മറ്റൊരു ചർച്ചയിലേക്ക് പോകില്ല. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറല്ല, അല്ലെങ്കിൽ വിസമ്മതിക്കുകയാണെങ്കിൽ മാത്രം മറ്റൊരു പേരിലേക്ക് പോകും. അത് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള കെ.എൻ. ബാലഗോപാലാണ്. ധനമന്ത്രിയായിരുന്ന കെ.എൻ. ബാലഗോപാലിൻ്റെ പേരിനായിരിക്കും മുൻതൂക്കം ഉണ്ടാവുക. അത് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാകും. അതേ സമയത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ചർച്ച ഇന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഘട്ടത്തിൽ സിപിഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുതിർന്ന സിപിഎം നേതാവുമായിട്ടുള്ള ഇ.പി. ജയരാജൻ ഈ യോഗത്തിന് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം കണ്ണൂരിൽ തന്നെ തുടരുകയാണ്. നേരത്തെ പല വിവാദങ്ങളിൽപ്പെട്ട് പിന്നീട് നിരന്തരം സെക്രട്ടേറിയറ്റിലേക്ക് വരാതിരുന്ന ഒരു ഇ.പി. ജയരാജനെ നമുക്കറിയാം. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ അനുനയിപ്പിച്ചാണ് വീണ്ടും പാർട്ടിയിലേക്ക്, സെക്രട്ടേറിയറ്റിലേക്കൊക്കെ കൊണ്ടുവരുന്ന ചർച്ചകളിലേക്കൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹം വിട്ടുനിന്നത് വലിയ ചർച്ചയാകുന്നു. ഇത്തരം പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ അദ്ദേഹം എന്തുകൊണ്ട് മാറി നിന്നു എന്നുള്ളത് സംബന്ധിച്ച് വിശദീകരണം ഉണ്ടായിട്ടില്ല. കണ്ണൂരിൽ തന്നെ അദ്ദേഹം തുടരുകയാണ്. ഏതായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടരുകയാണ്. സിപിഎം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. സിപിഎം സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചു. സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന ഇറക്കി എന്നതൊഴിച്ചു കഴിഞ്ഞാൽ ഈ തോൽവിയിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാവുമോ എന്നുള്ള കാര്യം കൂടി അറിയണം. ശരി, അർജുൻ അവസാനം പറഞ്ഞു നിർത്തിയത് തന്നെയാണ്. ഇന്നത്തെ സെക്രട്ടേറിയറ്റിന് ശേഷം പിണറായി വിജയൻ ഈ തോൽവിയെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്താനോ മാധ്യമങ്ങളെ കാണാനോ തയ്യാറാവുമോ എന്നറിയില്ല. ചിലപ്പോൾ കണ്ടേക്കാം എന്നും കൂടെ ഈ അവസരത്തിൽ അർജുൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്, തിരുവനന്തപുരത്ത് നിന്നും.